നമ്മളെ സദ്യ എണ്ണാനോ വല്ലതും പറ്റും. നമ്മള് ഇനി പറഞ്ഞുതരാവേ. നമ്മളെ ഈ മണ്ണെന്ന് പറഞ്ഞ ഒരു പ്രത്യേക സൈസ് മണ്ണാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ മോൾഡ് ചെയ്യുന്നത് പിന്നെയും ഇത് തന്നെയാണ് മണ്ണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് വെളിയിൽ നിന്ന് എടുക്കുന്നത് ഇതിൻ്റെ ക്ലേ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഈ ക്ലേ. നമ്മൾ ഇവിടുത്തെ വയലിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് പ്രത്യേക സൈസ് ക്ലേ ആണ്. നമ്മുടെയൊക്കെ വയലുകളിൽ എടുത്തിരിക്കുന്ന കറുത്ത ക്ലേ ഉണ്ട് എന്ന് പറയുന്നത് മഞ്ഞ കളറാണ്. പിന്നെ ലോഹം ഇതിനകത്ത് ഉരുക്കി ഒഴിക്കുകയല്ല. ലോഹം ഇതിനകത്ത് തന്നെ വാരി വെച്ച് നിറച്ച് ഉരുക്കി എടുക്കുകയാണ്. അങ്ങനെ ലോഹം ഉരുകുമ്പോൾ ഒരു എയറുണ്ടാകും. ആ എയർ വെളിയിൽ പോകാനായിട്ട് നമുക്ക് ലോഹം ഉരുകിയത് അറിയാനും വേണ്ടിയാണ് ഈ ഹോൾ കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ച് ഇതുപോലെ അങ്ങ് ഹീറ്റാക്കും. ഇതുപോലെ ഹീറ്റാക്കുമ്പോഴത്തേക്ക് ആ വാച്ച് അങ്ങ് കത്തിപ്പോയി കഴിയുമ്പോഴത്തേക്ക് നേരെ നടുക്കൊരു ഹോൾ വരും കണ്ടോ. ഇങ്ങനെ ഹോൾ വരും. എന്നിട്ട് ഇത് തൂത്ത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ടാണ് ലോഹം വാരി വെച്ച് നിറച്ചെടുക്കുന്നത്. ഇതാണ് ലോഹം. ഇത് പിന്നെ കോപ്പറും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയെടുക്കുന്നു. ഇതിനകത്ത് കുറച്ച് സീക്രട്ടുകളൊക്കെ നമുക്ക് ഇവിടെ പറയാനുണ്ട്. അത് ഞങ്ങളുടെ തൊഴിലിൻ്റെ നമ്മൾ ആ ഭരണത്തിനകത്ത് മരക്കരി ഇട്ടിട്ട് ഈ ക്രൂസിൻ്റെ മാത്രമേ ലോഹം ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ഈ പെരയുടെ മേച്ചിലോടുണ്ട്. മേച്ചിലോടിൻ്റെ പാത്തിക്കോട്ട് ഇത് ഇടുക്കി ഒഴിച്ച് പാറായിട്ട് എടുത്തിട്ട് ഇതുപോലെ അതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ വാരി വെച്ച് നിറച്ചെടുത്തിട്ട് ഇതിൻ്റെ മണ്ടക്കിട്ടൊരു ക്ലോത്തിൻ്റെ പീസ് അതായത് പിന്നെ മണ്ണ് വരയ്ക്കൊന്നും ഇങ്ങനെ ക്ലോത്തിൻ്റെ പീസ് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ അങ്ങ് പായ്ക്ക് അതെല്ലാം നിറച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? ആ നമ്മൾ നിറച്ച് ക്ലോത്തിൻ്റെ പീസ് വെച്ചിരിക്കും. ഇനി അത് പാക്ക് ചെയ്യാം. ഈ ക്ലേ കൊണ്ട് തന്നെ പാക്ക് ചെയ്യും. പാക്ക് ചെയ്യുമ്പോൾ കണ്ട് ഇതുപോലെ ഇങ്ങനെയാണ് പാക്ക് ചെയ്യും. അതിപ്പോൾ ഇവിടെ ലോഹമുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വർണ്ണത്ത് പിന്നെയും വൃത്തിയാക്കിയിട്ട് അതിനകത്ത് പകുതിക്ക് വെച്ച് മരക്കടി കൊണ്ടിട്ട് പില്ലാക്കിയിട്ട് തീ ഇട്ടിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും. ഇങ്ങനെ അവിടെ ഇറക്കി വെച്ച് ഇവിടെ വരെ മരക്കരി കിട്ടുന്നില്ല. അത് ഏകദേശം ഇതിനകത്ത് ഒരു 30-35 എണ്ണം ഇതിനകത്ത് എന്നിട്ട് കവറി പോകും. എന്നിട്ട് ഈ ബ്ലൗർ കിടക്കുമ്പോഴത്തേക്ക് നല്ല എയർ വരും. നല്ല എയർ കൊണ്ട് ഈ ലോഹം ഇതിനകത്ത് ഇറങ്ങുന്ന ദ്രാവകം പോലെ വരും. ലോഹം ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കോളിനകത്തൂടെ ഒരു നീല തീജാല വെളിയിലോട്ട് വരും. എന്നിട്ട് നമുക്കറിയാം ലോഹം ഉരുകിയതായിട്ട്. എന്നിട്ട് ലോഹം ഉരുകി കഴിഞ്ഞെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് തൊണ്ടൂടെ വെച്ച് കൊടുക്കും. തൊണ്ടറിയാമല്ലോ. തൊണ്ടൂടെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൂടി ഇവിടെ കൂടെ അങ്ങ് പഴിച്ച് കഴിഞ്ഞിട്ട് ഇത് കൊടിലെ പിടിച്ചങ്ങ് താഴെ വെക്കും. പഴുത്തിരിക്കുന്ന സാധനമാണ്. എന്നിട്ട് ഈ ക്ലേ കൊണ്ട് ഈ ഹോളങ്ങ് അടച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പതുക്കെ മറിച്ച് കഴിയുമ്പോഴത്തേക്ക് ലോഹം നമ്മൾ ആദ്യം കാണിച്ച തിക്കൻസിനകത്തോട്ട് അങ്ങ് ഫില്ലാകും. പിന്നെ ഇതൊരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തണുത്ത് കഴിഞ്ഞ് ഡിസ്കിന് കേട് വരാതെ നമ്മൾ ഇറക്കി. ഡിസ്കിന് കേട് വരാതെന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക് പിന്നെ ചെയ്യാൻ വേണ്ടി. ആ എന്തുകൊണ്ടാണ് സംശയമുള്ളതെല്ലാം പിന്നെ പറഞ്ഞു തരാം. ദൂരത്തൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സംശയമുണ്ടെങ്കിൽ പറഞ്ഞു. ഇതാണ് ഗ്ലാസ്. അന്നേരം നമുക്ക് ഗ്ലാസ് പോലെ അത് ഓരോ മോൾഡിനും ഓരോ രീതിയിലാണ് കിട്ടുന്നത്. അത് നമ്മളിപ്പോൾ എടുത്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ നീളമുള്ളതാണ്. എന്നിട്ട് നമ്മുടെ നീളത്തിൽ തന്നെ ഗ്ലാസ്. ഇതെന്ന് പറയുമ്പോൾ റൗണ്ടിൽ ഗ്ലാസ് നമുക്ക് ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് എന്നിട്ട് ഇതിങ്ങനെ പല സൈസ് ഫ്രെയിമാണ്. ആ ഫ്രെയിമിനെ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങളെ തരാത്തത് താഴ്വനാൽ കൂട്ടിപ്പോകും. അന്നേരം 5000 രൂപ തരാം. അതുകൊണ്ടാണ് തരാത്തത് കേട്ടോ. ഈ ഗ്ലാസ് പിന്നെ പല സൈസ് ഫ്രെയിമാണ്. ആ ഫ്രെയിമിനെ അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മുണ്ടേൽ അരക്ക് വെച്ചാണ് കുട്ടിയിട്ട് ഇതുപോലെ മുണ്ടേൽ അരക്ക് വെച്ചാൽ കുട്ടിയിട്ട് വാട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വാട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇത് 180ൻ്റെ വാട്ടർ പേപ്പറാണ്. 180ൻ്റെ വാട്ടർ പേപ്പറെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ 400, 1000, 2000 വരെയുള്ള വാട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ
ഫിനിഷിംഗ് ആയതല്ല. ഇത് വാട്ടർ പേപ്പർ വെച്ചതേ ഉള്ളൂ. തിങ്ങിയിട്ടൂടെ കാണിക്കും. ഞങ്ങളെ കൂടെ ഒന്ന് കാണിക്കണേ. എന്നാ ഇത് മേടിച്ചു പോയാ? മേടിച്ചു പോയി. നമ്മുടെ തന്നെ പടമാണ്. ഇത് പിന്നെ വാട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ഇത് മരത്തി എണ്ണയും കോക്കനട്ട് ട്രീ ഓയിലും കൂടെ കൂട്ടി കലർത്തി നമ്മുടെ ബെന്നിൻ ക്ലോത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോക്കനട്ട് ട്രീ ഓയിൽ മാത്രം തേച്ച് വെൽവെറ്റയിൽ അങ്ങനെ 3-4 വെൽവെറ്റെ മാറി തേച്ച് കഴിഞ്ഞിട്ട് നല്ല വെൽവെറ്റ് തേച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ മുഖം കാണാവുന്നത്. നമ്മുടെ ഒറിജിനാലിറ്റി ചെയ്തത് മെർക്കുറി ഗ്ലാസ്സിലല്ല, ഈ ഗ്ലാസ്സിലാണ് കാണുന്നത്. നമ്മുടെ ഒറിജിനാലിറ്റി സൗന്ദര്യം ഞങ്ങൾ ഇങ്ങോട്ടും കൂടെ ഒന്ന് കാണിക്കാം. ഇനി ആൾക്കാർ സംശയമുള്ളത് എന്താണെന്ന് ചോദിച്ചു. നമ്മൾ എപ്പോഴും ഇത് കാണിക്കാൻ വെച്ചിരിക്കുന്ന ഫിനിഷിങ്ങിനേക്കാൾ നല്ലതുപോലെ ഉണ്ട്. നമ്മൾ കൈകൊണ്ടും ടച്ച് ചെയ്യാതിരിക്കുക. ഗ്ലാസ് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ബിയർ, ആ ബിയർ പാലത്തെ ടച്ച് കഴിഞ്ഞാൽ തടയാണ്. അല്ല ഇത് കാണിക്കാൻ പറ്റും. ഇവിടെ വരുന്നുണ്ട്. വരുന്ന ഈ കുഴപ്പം നമ്മൾ കപ്പലിക്കാൻ അതെ, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അതെ, ഫോട്ടോ എടുക്കണം ഞാൻ.